നമസ്കാരം. എല്ലാവർക്കും സുദർശന അസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വ്യാഴം നമുക്ക് ഈ വരുന്ന മെയ് മാസം 1-ാം തീയതി, അത് മേടമാസം 18-ാം തീയതി വ്യാഴം മാറുകയാണ്. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ശനിയുടെയും വ്യാഴൻ്റെയൊക്കെ മാറ്റമാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് ആ വ്യാഴമാറ്റം ആർക്കൊക്കെയാണ് അനുകൂലം, ആർക്കൊക്കെയാണ് പ്രതികൂലം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ മേടൻ രാശി മുതലുള്ള ഫലങ്ങൾ, കന്നിരാശി വരെ അങ്ങനെ 6 രാശികളുടെ ഫലങ്ങൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. ആ രാശിക്കാരെല്ലാം അത് നോക്കിക്കൊള്ളുക. ഇനി നമുക്ക് പറയേണ്ടത് അടുത്ത രാശി എന്നുള്ളത് തുലാം രാശിയാണ്. എന്താണ് നമുക്കൊന്ന് നോക്കാം. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മാദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ചിത്രയുടെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടുന്ന 2.25 നക്ഷത്രം വരുന്നതാണ് ആ തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഇപ്പോൾ നിൽക്കുന്നത് വ്യാഴം 7-ലാണ്. ചിലവർക്ക് 7 കഴിഞ്ഞ വർഷം പൊതുവേ ശുഭകരമായിട്ടുണ്ടെങ്കിലും ചിലവർക്ക് പല കാരണങ്ങളാൽ സ്വപ്പോൾ അശുഭമായ ഫലങ്ങളും കണ്ടേക്കാം. അപ്രകാരം തന്നെ നമുക്ക് ഇപ്പോഴാണ് 8-ലേക്ക് വ്യാഴം വരുമ്പോഴും ആ വ്യാഴം നമുക്ക് എന്തുമാത്രം ഫലം ചെയ്യുമെന്നുള്ളത് കൂടി ഒന്ന് കണക്കിലെടുക്കാം. ഇപ്പോൾ ഈ രാശിക്കാർക്ക് കണ്ടകശനിയോ ഏഴരശനിയോ ദോഷങ്ങളൊന്നുമില്ല. 7-ൽ നിന്ന് രാഹു നമുക്ക് 6-ലേക്ക് പോയിരിക്കുന്നു. 5 നിൽക്കുന്ന ശനിയെപ്പറ്റി ദോഷങ്ങൾ പറയുന്നില്ലെങ്കിലും 5-ലെ ശനി മാനസികമായ സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാമെന്നുള്ള ഒരു ലക്ഷണവുമുണ്ട്. അപ്പോൾ 8-ൽ വ്യാഴം വന്നാൽ ദ്വാദശ ജന്മാഷ്ടമകം പുംസാം ദിനനാഥ ഭൗമ ശനി ജീവ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനയന്ത്യം മരണഭീതിം വാ എന്നാണ് ആ ആചാര്യന്മാർ ഈ അഷ്ടമത്തിലെ വ്യാഴനെ പറ്റി പറയുന്നത്. അപ്പോൾ പൊതുവെ അഷ്ടമ വ്യാഴം അത്ര നല്ലതായിട്ടല്ല പറയുന്നത്. കാര്യങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷയോട് കൂടിയിരിക്കുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് അത്ര പുരോഗതി കൈവരിക്കാനുള്ള സാധ്യതയില്ല. ഒന്നുകിൽ അത് എവിടെ നിലനിന്ന് പോവുക, പുതിയതായിട്ട് ലഭിക്കാൻ കാലതാമസം നേരിടാനുള്ള സാധ്യതയുണ്ട്. വിശേഷിച്ചും സാമ്പത്തികമായ രംഗങ്ങൾ, വിശേഷിച്ചും ഈ വ്യാഴം ധനകാരകൻ കൂടി ആയതുകൊണ്ടും സ്വർണം, ധനം, ഭൂമി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഭൂമി വിഷയം വ്യാഴനില്ലെങ്കിൽ പോലും ധനമെന്ന വിഷയത്തിലെടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിന്തിക്കാം. അപ്പോൾ ആ വിഷയങ്ങളിലെല്ലാം നമുക്ക് സ്വപ്പോൾ അതായത് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്പം കഷ്ടനഷ്ടങ്ങളെ കൂടി കടന്നു പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. വിശേഷിച്ചും അവർക്ക് നഷ്ടം സംഭവിച്ചില്ലെങ്കിൽ പോലും പുതിയതായിട്ട് വന്നു ചേരേണ്ട കാര്യങ്ങൾ, സാമ്പത്തിക സ്രോതസ്സ് അവിടെ ചിലപ്പോൾ അടയാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വിദേശത്ത് നിന്നുണ്ടാക്കുന്നതായ സാമ്പത്തിക മേന്മയ്ക്കും അവിടെ കോട്ടം തട്ടാം. വിദേശത്ത് നമുക്ക് എന്തെങ്കിലും ബിസിനസ്സോ വല്ല തൊഴിൽ രംഗങ്ങളിലോ ഉണ്ടെങ്കിൽ തൊഴിലിൽ നിന്നും മറ്റൊരു തൊഴിലിലേക്ക് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സ്വപ്പം ശ്രദ്ധിച്ച് വേണം അതങ്ങോട്ട് നീങ്ങാൻ. ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നമുക്ക് ലഭ്യമല്ലാതാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്നതായ വിദേശവാസം കൊണ്ടുണ്ടാകുന്ന ഒരു പുരോഗതിയും സാമ്പത്തികമായ മേന്മകളും അവിടെ അല്പം അടഞ്ഞു നിൽക്കുന്നതിനുള്ള സാഹചര്യം കൂടി വരാൻ ഇടയുണ്ട്. അതുകൊണ്ട് ആ നക്ഷത്രക്കാരെ സംബന്ധിച്ച്, തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ ചെയ്യും. പല കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു പോകേണ്ടത് ആവശ്യമാണ്. ആരോഗ്യകരമായ രംഗത്തും ചില ദോഷങ്ങൾ നമുക്കുണ്ടെന്നാണ്. നിലനിന്ന ദോഷങ്ങൾ കൂടുതൽ ശാരീരികമായിട്ട് ചില അസുഖങ്ങളും മറ്റു കാര്യങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പരിഹാരം ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ അത് പരിഹരിക്കും എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് ആ ആഗ്രഹവും അപ്പോൾ ഫലമാകാനുള്ള സാധ്യത കുറവാണ്. ബന്ധുമിത്രാദികളിൽ നിന്നും നമുക്ക് വേണ്ടത്ര ബന്ധുമിത്രാദികൾ, ഭാര്യാപുത്രാദികൾ ഇവരിൽ നിന്നൊക്കെ നമുക്ക് സന്തോഷകരമായ അനുഭവങ്ങൾക്ക് സാധ്യതയില്ല. എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധയോടുകൂടി നീങ്ങുക. പിന്നെ അപകടങ്ങൾ, രോഗങ്ങൾ, കാര്യവിഘ്നങ്ങൾ, മനഃപ്രയാസങ്ങൾ, പിന്നെ അതുപോലെ ഉണ്ടാകുന്ന ഈ ഒരുതരം മാനസിക സംഘർഷങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് വന്നു ഭവിക്കാനുള്ള സാധ്യതയും, വിശേഷിച്ചുണ്ടാകുന്ന സാമൂഹികമായ ഇടപെടലുകളെല്ലാം നമുക്ക് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കടം മേടിക്കുന്നതും കൊടുക്കുന്നതും നമുക്ക് ദുഃഖത്തിനായിക്കൊണ്ട് ഭവിക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. യാത്ര പോകാൻ ആഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര പോയാൽ തന്നെയും ആ യാത്ര നമുക്ക് സഫലമായി കിട്ടുന്നതിന് അല്പം കാലതാമസം അവിടെ ഉണ്ടായേക്കാം. വിദേശവാസത്ത് നിലനിൽക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് നാട്ടിൽ വരേണ്ട സാധ്യതകളെല്ലാം കൂടിയിരിക്കും. ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നതാണ്. അവിടെ ശ്രദ്ധിച്ചാലും നമുക്ക് കിട്ടേണ്ട ചില ഫലങ്ങളൊക്കെ നമുക്ക് വന്നു ഭവിക്കേണ്ടുള്ള സാധ്യതയും ഉണ്ട്.
ശത്രുക്കളിൽ നിന്നും മിത്രങ്ങൾ തന്നെ നമുക്ക് ശത്രുക്കളായി ഭവിക്കുന്നതായിട്ട് തോന്നാം. അപമാനാപവാദങ്ങൾക്കുള്ള സാധ്യതകൾ, ഇതൊക്കെയാണ് അഷ്ടമവ്യാഴം നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ട ഫലങ്ങളെന്ന് ഇങ്ങനെയാണെങ്കിൽ പോലും വിശേഷിച്ച് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക കാര്യങ്ങളെ നിലനിൽക്കുന്ന ഔദ്യോഗിക കാര്യങ്ങളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ സ്ഥാനമാറ്റങ്ങളൊക്കെ വന്നു ഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അവർക്ക് ഗവൺമെൻറ് തലത്തിൽ കിട്ടേണ്ടുന്നതായ സാമ്പത്തികമായ ലാഭം, സാമ്പത്തികമായി കിട്ടേണ്ടുന്നതായ ആ സാമ്പത്തിക സ്ഥിതിയൊക്കെ നമുക്ക് അവിടെ ബ്ലോക്കാകാനുള്ള സാധ്യതയൊക്കെ ഇപ്പോൾ നിലവിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ്റെ മാറ്റം നമുക്കത്ര സന്തോഷകരമാണെന്ന് പറയാൻ കഴിയുന്നില്ല. പുതിയ ഗ്രഹങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അത് മുന്നോട്ട് പോകുന്നതിലൊന്നും തെറ്റില്ല. ഇനി പ്രാരംഭം കുറിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ എൻഡിൽ, അതായത് ഇതിൻ്റെ മാറ്റം വന്നു നിൽക്കുന്ന സമയത്ത് തുടങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് വേണ്ടത്ര അത് സന്തോഷകരമായി പോകാനുള്ള സാധ്യത കുറവായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ അത് ബ്രേക്കായി പോകാൻ സാധ്യത കാണുന്നുണ്ട് എന്നുള്ള പുത്രകാരകത്വവും കൂടി, ആത്മപുത്രകാരകത്വവും അതുപോലെ തന്നെ നമുക്ക് ഈ ബുദ്ധി കാരകത്വം ഇരിക്കുന്നതായ ഈ ഗ്രഹം നമുക്ക് പുത്രന്മാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പുത്രികളെ സംബന്ധിച്ച് തന്നെ സ്വല്പം വിഷമത്തിലുള്ള കാരണങ്ങളുണ്ടാകാം. അവരുടെ പ്രണയ സാഫല്യങ്ങളെല്ലാം നടന്നു കിട്ടിയാൽ അത് ദുഃഖത്തിനായിക്കൊണ്ട് ഭവിക്കാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട്. പിന്നെ ബുദ്ധിപരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ബുദ്ധിപൂർവ്വം നമ്മൾ പ്രവർത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടമായിട്ട് വരാനുള്ള സാധ്യതയും ഇക്കാര്യത്തിൽ കാണുന്നുണ്ട്. നമുക്ക് വ്യാഴമാറ്റം പൊതുവേ നമുക്ക് ഇങ്ങനെയുള്ളതായ അനുഭവങ്ങളെയാണ് നമുക്ക് സന്തോഷകരമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആയുസ്സിന് നല്ലതാണെന്ന് തന്നെ പറയാം. ഈ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനയന്ത്യം മരണഭീതിയും വാ എന്നുണ്ടെങ്കിലും മരണഭീതിയൊക്കെ ഉണ്ടെങ്കിലും വിശേഷിച്ച് 8-ലെ വ്യാഴം വരുന്നത് കൊണ്ട് ആ ആയുസ്സിനെ രക്ഷിച്ച് നിർത്താനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആയുസ്സിന് ദോഷം വരില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ചാരവശാൽ ഈ വ്യാഴം വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് എന്താണ് അടുത്തത്, ആ ഫലം നമുക്ക് എത്രത്തോളമാണ് നമുക്ക് അനുഭവപ്പെടുക എന്നുള്ളത് നമ്മളെ ജാതകത്തിലെ സ്ഥിതിവിശേഷം പോലെ കൂടി ഇരിക്കുന്ന. ഉദാഹരണമായിട്ട് നമ്മളെ ജനനസമയം അനുസരിച്ച് ഈ വ്യാഴം ജാതകവശാൽ നല്ല സ്ഥാനങ്ങളിലാണ് ആ ഗ്രഹം നിൽക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ വ്യാഴദശയാണ്, അല്ലെങ്കിൽ വ്യാഴൻ്റെ അപഹാരമാണ്, ഇങ്ങനെയൊക്കെ നടന്നു പോവുകയാണ്, വ്യാഴം നമുക്ക് അനിഷ്ടസ്ഥാനങ്ങളൊന്നും ഒഴിവായി നിൽക്കുകയാണ്, വ്യാഴം യോഗകർത്താക്കളായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ നമുക്ക് ഈ ചാരവശാൽ ഗ്രഹം വന്നിരുന്നാൽ തന്നെയും നമുക്കത് അത്ര കണ്ട് ഫലപ്രദമായി വരില്ല എന്നാണ്. അത് ഒരു പക്ഷേ നമുക്കൊരു മധ്യമമായിട്ട് ആ ഫലം, ഒരു പക്ഷേ ചെറിയ ഒരു ഫലം അനുഭവിച്ചുകൊണ്ട് ആ ഗ്രഹം കടന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വർഷം മെയ് 1 മുതൽ അടുത്ത മെയ് മാസം, അതായത് 12 മാസമാണ് വ്യാഴം അവിടെ നിൽക്കുന്നത്. വ്യാഴൻ്റെ ശത്രുക്ഷേത്രവും കൂടിയാണ് ഈ പറയുന്ന ഇടവൻ രാശി എന്ന് പറയുന്നത്, ശത്രുക്ഷേത്രം കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മളെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിച്ചു പോവുക. പ്രവർത്തന മണ്ഡലങ്ങളെല്ലാം നമുക്കൊരു ബ്രേക്ക് വരിക എന്നുള്ളതല്ലാതെ ആ പ്രവർത്തന മണ്ഡലങ്ങൾ നശിക്കുക എന്നുള്ളത് വരില്ല എന്ന് തന്നെ പറയാം. പ്രധാനമായും എല്ലാവരും സാമ്പത്തിക സ്രോതസ്സാണല്ലോ ഉറ്റുനോക്കുന്നത് പ്രധാനമായിട്ട്. അപ്പോൾ ആ സാമ്പത്തിക സ്രോതസ്സ് നമുക്ക് കുറച്ച് വന്നുകൊണ്ടിരുന്നാൽ തന്നെയും ആ വന്നുകൊണ്ടിരിക്കുന്ന സ്രോതസ്സ് എവിടെയാണത് നഷ്ടപ്പെടുന്നത് നമുക്കറിയാൻ വയ്യാതെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഇതിനകത്ത് വരുന്ന. എങ്ങനെയാണ് സാമ്പത്തികം? അപ്പോൾ ജാതാവ വിഫല എന്നാണ്. അപ്പോൾ അതുണ്ടായാലും അതെവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് കിട്ടിക്കൊണ്ട് നഷ്ടം സംഭവിച്ചില്ലെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നമുക്കവിടെ എന്തെങ്കിലും കുറച്ചൊന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. എന്തായാലും വ്യാഴൻ്റെ പ്രതികൂല ഭാവത്തെയും ആ പ്രതികൂല ഭാവത്തിൽ നിന്നും അനുകൂല ഭാവത്തിലേക്ക് വരേണ്ടുന്നതിൻ്റേതായ കാരണങ്ങൾ ഞാൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ അഞ്ചിൽ നിൽക്കുന്ന ഈ പറയുന്നതായിരിക്കുന്ന ശനിയെ സംബന്ധിച്ചിടത്തോളം ആ ശനി 5 നമുക്ക് 4-ാം ഭാവാധിപത്യം എടുത്ത ശനിയാണ് 5-ലിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കണക്ക് സന്താനങ്ങളിൽ നിന്നും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വന്നുകൂടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് വ്യാഴൻ്റെ ഈ വരവും ഈ പറയുന്ന കാര്യങ്ങളും. സന്താനങ്ങളെപ്പോലെ നമ്മൾ നോക്കി കൊണ്ടുവരുന്നതായ അടുത്ത സൗഹൃദമുള്ളവരും സുഹൃത്തുക്കളൊക്കെ ഇതിന് കാരണക്കാരായിട്ട് വരാം എന്നുള്ളതാണ്. ഏതായാലും ഈ വ്യാഴൻ്റെ ദോഷഫലങ്ങളെ നമുക്ക് ശമിപ്പിക്കുന്നതിനായിട്ട്, ആ ദോഷഫലങ്ങളിൽ നിന്നും അല്പം നമുക്ക് ആശ്വാസം നേടുന്നതിനായിട്ട് വിഷ്ണു ആരാധന, അതായത് വൈഷ്ണു ആരാധന നല്ലതാണ്. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, മഹാവിഷ്ണു, നരസിംഹൻ തുടങ്ങിയിരിക്കുന്ന ഈ ദേവന്മാരെ, വൈഷ്ണവാംശമായിരിക്കുന്ന ദേവന്മാരെ ഭജിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അവർക്ക് വ്യാഴാഴ്ച തോറും നമ്മൾ പ്രത്യേകം ഒരു പ്രാർത്ഥന വ്യാഴാഴ്ച തോറും അതിരാവിലെ
ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത്, കഴിവുള്ള വഴിപാടുകളൊക്കെ ചെയ്യിപ്പിക്കുക. ഇനി അതല്ല, നമുക്കൊരു ഇഷ്ടദേവനെ നമ്മൾ നിത്യം ആരാധിച്ചു പോരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ ഫലങ്ങളൊക്കെ വളരെ ചെറിയ തോതിൽ എന്തെങ്കിലും വന്നു പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാൽ തന്നെ അവർ ആ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ ഊതിക്കൊണ്ട്, ആധ്യാത്മിക കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ ഊതിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇതൊക്കെ ഈ വ്യാഴൻ്റെ വരവോടുകൂടി, വ്യാഴൻ്റെ സ്ഥിതി ഒരു വർഷം നിൽക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിഹാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളുക. വനമാല, നമ്മൾ വിഷ്ണുവിന് വനമാല ധരിപ്പിക്കുന്നതും പാൽപ്പായസം കഴിപ്പിക്കുന്നതും ഭാഗവതാദി പുരാണ ഇതിഹാസങ്ങളൊക്കെ ചൊല്ലുന്നു, വിഷ്ണു സഹസ്രനാമം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ആ വിഷ്ണുവിനെയാണ് നമ്മൾ പൂജിക്കുന്നതെങ്കിലും അവിടെ മഹാലക്ഷ്മി കൂടെ വിഷ്ണുവിനോടുള്ള പ്രേമം കൊണ്ട് മഹാലക്ഷ്മിയും കൂടി അദ്ദേഹത്തോടൊപ്പം ഉള്ളതുകൊണ്ടും അവിടെ നമുക്ക് ഈ ഐശ്വര്യകരമായ കാര്യങ്ങൾ കൂടി, മറ്റ് ദോഷങ്ങൾ നമുക്ക് വന്നില്ലെങ്കിലും അല്ലെ ഗുണങ്ങൾ വന്നില്ലെങ്കിലും ദോഷം ലഘൂകരിച്ച് ഒരു പക്ഷേ അഷ്ടമവ്യാഴം നമുക്ക് ദോഷപ്രദമല്ലാതായി മാറാനുള്ള സാധ്യത ഉണ്ടായേക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോവുക. നിങ്ങൾക്ക് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്വതന്ത്രമായ കാര്യങ്ങൾ, ഇത് നമുക്ക് പൊതുവേ ഇങ്ങനെ പറയുന്ന വിഷയങ്ങളാണായതുകൊണ്ട് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് പ്രത്യേകം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈമും ജനിച്ച സ്ഥലവും നാളും പേരും ഒക്കെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജാതകമുള്ളവർക്ക് അത് നൽകിക്കൊണ്ട് പ്രത്യേക കാര്യങ്ങൾ അറിയാൻ കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകം അറിയേണ്ട ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെൻ്റെ വാട്സാപ്പിൽ ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മുടെ തുലാം രാശിയുടെ ഫലത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.